ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാവർക്കും ഇക്വിറ്റി മാക്സ് റിസർച്ചിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് 24 ഏപ്രിൽ 2025 വ്യാഴാഴ്ച. എല്ലാവർക്കും പ്രോഫിറ്റബിൾ ആയ ഒരു ദിവസം ആശംസിക്കുന്നു. നമുക്ക് മാർക്കറ്റ് അപ്ഡേറ്റ്സിലേക്ക് കിടക്കാം. നമുക്ക് ഇന്നത്തെ മാർക്കറ്റ് നോക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇന്നലത്തെ മാർക്കറ്റിനെ പറ്റി ജസ്റ്റ് നമുക്കൊരു അനാലിസിസ് നടത്താം. നമുക്ക് കാണാൻ സാധിക്കും ഇന്നലെ നിഫ്റ്റി പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി നമുക്കൊരു റിവേഴ്സൽ ആയിട്ട് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റിയുടെ കാര്യം നോക്കുവാണെങ്കിൽ ഏകദേശം 161 പോയിന്റ്, അതായത് 0.6% നെഗറ്റീവ് പോസിറ്റീവിലാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിട്ടുള്ളത്. പക്ഷെ നമ്മൾ ബാങ്ക് നിഫ്റ്റിയുടെ കാര്യം നോക്കുവാണെങ്കിൽ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഏകദേശം 277 പോയിന്റ്, അതായത് 0.5% നെഗറ്റീവിലാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇനി സെൻസെക്സിന്റെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ 520 പോയിന്റ് പോസിറ്റീവിലാണ് സെൻസെക്സ് ക്ലോസ് ആയിട്ടുള്ളത്. അതായത് 0.65% ആണ് നമുക്ക് സെൻസെക്സ് ക്ലോസ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഇന്നലത്തെ മാർക്കറ്റ് നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു അവലോകനം കിട്ടുന്നത് ബാങ്കിങ് സെക്ടേഴ്സ് അതേപോലെ തന്നെ ഫിനാൻഷ്യൽ സർവീസ് ഒക്കെ ഏകദേശം ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആയിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമുക്കൊരു റെഡിഷ്നെസ്, അതായത് നമുക്കൊരു നെഗറ്റീവ് ട്രെൻഡ് ഒക്കെ കാണാൻ സാധിച്ചത്. നെഗറ്റീവില് നമുക്ക് ബാങ്ക് നിഫ്റ്റി ഒക്കെ ക്ലോസ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു ഇന്നലെ. ഇനിയിപ്പോൾ നമ്മളിപ്പം ഇന്നത്തെ മാർക്കറ്റിലേക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് ഓവറോൾ ഗ്ലോബൽ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം നോക്കുവാണെങ്കിൽ മോദി, അതേപോലെ തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ മോദി, അതേപോലെ തന്നെ US വൈസ് പ്രസിഡന്റ് ആയ JD വാൻസും തമ്മിലുള്ള കൂടിക്കാഴ്ച നടന്നു കഴിഞ്ഞു. അപ്പം ഇതിനകത്തൂടെ ഇവര് സംസാരത്തിലൂടെയൊക്കെ നമുക്ക് മനസ്സിലായത് എനർജി സെക്ടേഴ്സിലും അതേപോലെ തന്നെ ഡിഫൻസ് സെക്ടറിലും നല്ലൊരു മാറ്റങ്ങൾ കൊണ്ടുവരാനാണ് ഇവർ തീരുമാനം എടുത്തിട്ടുള്ളത്. അപ്പം US ഇന്ത്യയുടെ കുറെ പോരായ്മകളും അതേപോലെ തന്നെ ഓപ്പർച്യൂണിറ്റീസും അതേപോലെ തന്നെ പല സോട്ട് അനാലിസിസും ഇവർ നടത്തിയതിനു ശേഷമാണ് എനർജി സെക്ടറും അതേപോലെ തന്നെ ഡിഫൻസ് സെക്ടറിലും നല്ല രീതിയിലുള്ള ചേഞ്ചസ് കൊണ്ടുവരാൻ തീരുമാനിച്ചത്. അപ്പം ഇനി വരും ദിവസങ്ങളിൽ ഒരു ഷോർട്ട് ടൈം നമ്മൾ നോക്കുവാണെങ്കിലും ലോങ് ടൈമിൽ നമ്മൾ നോക്കുവാണെങ്കിലും എനർജി ആൻഡ് ഡിഫൻസ് സെക്ടറിൽ നല്ലൊരു ബൂസ്റ്റിംഗ് കിട്ടാൻ സാധ്യത ഏറെ കൂടുതലാണ്. കാരണം അതിനാണ് ഇപ്പം ഇന്ത്യൻ ഗവൺമെന്റും അതേപോലെ തന്നെ US ഗവൺമെന്റ് ഒക്കെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അതേപോലെ നമുക്ക് വളരെ ദുഃഖകരമായ ഒരു കാര്യമായിരുന്നു കാശ്മീരിൽ നടന്ന ആക്രമണം. നമുക്ക് കുറെ പേരുടെ ജീവനാണ് പൊലിഞ്ഞത്. പക്ഷെ ഇന്ത്യ അതിനോടകം തന്നെ കടുത്ത നടപടികളാണ് പാകിസ്ഥാനെതിരെ സ്വീകരിച്ചത്. നമുക്ക് കാണാൻ സാധിക്കും ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ട്രേഡുകളൊന്നും ഇപ്പം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലൊന്നും നടക്കുന്നില്ല. അതിപ്പം UAE വഴി വരുന്ന ട്രേഡുകളാണെങ്കിൽ പോലും ഇന്ത്യ കംപ്ലീറ്റ് ആയിട്ട് റദ്ദാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ വിസ ഇന്ത്യ കംപ്ലീറ്റ് ആയിട്ട് നിർത്തിവെച്ചിട്ടുണ്ട് പാകിസ്ഥാനിൽ നിന്നുള്ളവർക്കെല്ലാം. അതേപോലെ തന്നെ പാകിസ്ഥാനിൽ ഉള്ളവര് ഇപ്പൊ ഇന്ത്യയിലേക്ക് കയറിയവർക്കെല്ലാം ഒരു നിശ്ചിത സമയം കൊടുത്തിട്ടുണ്ട് ഇന്ത്യക്ക് നിന്ന് പുറത്തു പോകാൻ വേണ്ടിയിട്ട്. അപ്പം ഇന്ത്യ ഇപ്പം കനത്ത ഒരു തിരിച്ചടിയാണ് ഇപ്പൊ പാകിസ്ഥാന് നൽകിക്കൊണ്ട് തന്നെ ഇരിക്കുന്നത്. അപ്പം നമുക്ക് എല്ലാവർക്കും ഒരു വേദനാജനകമായ ഒരു കാര്യം തന്നെയാണ് ഇപ്പൊ കാശ്മീരിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെ നമ്മൾ നോക്കുവാണെങ്കിൽ US പ്രധാനപ്പെട്ട ഡാറ്റയായ US ഡ്യൂറബിൾസിന്റെ മന്ത് ഓൺ മന്ത് ഡാറ്റ നമുക്ക് ഇന്ന് റിലീസ് ആവുകയാണ്. അതേപോലെ തന്നെ US എക്സിസ്റ്റിംഗ് ഹോം സെയിൽസ് റിപ്പോർട്ട് ഇന്ന് റിലീസ് ആവുകയാണ്. അപ്പം ഈ ഒരു സെയിൽസ് ഒക്കെ വരാൻ നേരത്ത്, ഈ റിപ്പോർട്ടുകളെല്ലാം വരാൻ നേരത്ത് നല്ല രീതിയിലുള്ള ചേഞ്ചസ് കാര്യങ്ങളെല്ലാം നമ്മുടെ മാർക്കറ്റിൽ വരാൻ സാധ്യത ഏറെ കൂടുതലാണ്. പ്രത്യേകിച്ച് ഫോറക്സിലൊക്കെ ട്രേഡ് ചെയ്യുന്നവർക്ക് നല്ല രീതിയിലുള്ള ഫ്ലക്ച്വേഷൻസ് അവർക്ക് ഈ ഒരു ഡാറ്റ റിലീസ് ആവുന്നതോടുകൂടി തന്നെ ഫ്ലക്ച്വേഷൻസും മനസ്സിലാവുന്നതായിരിക്കും. അതേപോലെ നമുക്ക് ഇന്ത്യയിലെ ഇന്നലത്തെ ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ലൂസേഴ്സിനെ നമുക്ക് നോക്കുവാണെങ്കിൽ ടോപ്പ് ഗെയിനേഴ്സ് എന്ന രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് HCL ടെക്നോളജീസ് ആണ്. ഏകദേശം 7.7% പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ടാറ്റ മോട്ടോഴ്സ് ഏകദേശം 4.6% പോസിറ്റീവിലും ടെക് മഹീന്ദ്ര 4.5% പോസിറ്റീവിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തത്. അതേപോലെ തന്നെ നമുക്ക് ഇന്നലത്തെ നമ്മൾ ലൂസേഴ്സിനെ പറ്റി നോക്കുവാണെങ്കിൽ ഗ്രാസിം ഇൻഡസ്ട്രീസ് ഏകദേശം 2.3% ഒരു ഫാള് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ HDFC ബാങ്ക് 1.9% ഫാള് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കോട്ടക് ബാങ്ക് 1.8% ഫാള് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കറിയാം ബാങ്കുകളിലെ കുറെ സെക്ടേഴ്സ് ഒക്കെ ഒരു നെഗറ്റീവിലാണ് ഇന്നലെ ക്ലോസ് ചെയ്യപ്പെട്ടത്. കാരണം കുറെ പ്രോഫിറ്റ് ബുക്കിംഗ് ആയിരുന്നു ഇതിനകത്തൊക്കെ നടന്നിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മൾ വേറെ വാർത്തകൾ നോക്കുവാണെങ്കിൽ നമുക്കറിയാം നവകര അർബൻ സ്ട്രക്ചർ ബോണസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. 3:2 ബോണസ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഹുഡ്മാർക്ക് PPL കമ്പനി ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2 rupees പെർ ഷെയർ ആണ് ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഇന്നലെ കുറെ കമ്പനീസിന്റെ Q4 റിസൾട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നമുക്ക് പ്രധാനമായിട്ടും കാണാൻ സാധിച്ചത് ബജാജ് ഹൗസിംഗ് ഫിനാൻസ് Q4 റിസൾട്ട്
പോസിറ്റീവിലാണ് വന്നിട്ടുള്ളത്. ഏകദേശം 53.9% പോസിറ്റീവിലാണ് Q4 റിസൾട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു ചേഞ്ചസ് ആണ് ബജാജ് ഹൗസിംഗ് ഫിനാൻസിനകത്തൊക്കെ വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ സഞ്ജീവനി Q4 റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. 3.5% ആണ് ഇയർ ഓൺ ഇയർ പ്രോഫിറ്റ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ LTIMindtree ആണെങ്കിൽ ഏകദേശം 6% ഒരു പോസിറ്റീവ് റാലിയാണ് നമുക്ക് നടത്തിയിട്ടുള്ളത്. അതേപോലെ തന്നെ 6% ഒരു ഗെയിനും കൂടെ നമുക്ക് LTIMindtree വരുത്തിയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു മൂവ്മെന്റുകളൊക്കെയാണ് നമുക്ക് ഇത്ര കമ്പനീസിലൊക്കെ കാണാൻ സാധിച്ചത്. ഇനിയിപ്പോൾ നമ്മൾ ഗോൾഡിന്റെ കാര്യം നോക്കുവാണെങ്കിൽ ഏകദേശം 3% ഇടിവാണ് നമുക്ക് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. ഇത്ര ദിവസം നല്ലൊരു പോസിറ്റീവ് ഒരു ബുള്ളിഷ്നെസ് ട്രെൻഡ് കാണിച്ച ഗോൾഡ് ഇപ്പം ഏകദേശം ഒരു 3%ഓളം ഇടിവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. നമുക്കറിയാം തുടർച്ചയായിട്ട് 5 ദിവസവും ഇന്ത്യൻ മാർക്കറ്റ് പോസിറ്റീവ് തന്നെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇന്ത്യൻ മാർക്കറ്റിന്റെ നല്ലൊരു സ്ട്രെങ്ത് ആണ് നമുക്ക് ഇവിടെ കാണിക്കുന്നത്. അപ്പം ഈ ഒരു സ്ട്രെങ്ത്തിന്റെ ഏറ്റവും കൂടുതലും ഒരു ക്രെഡിറ്റ് ഉള്ളത് FISന് തന്നെയാണ്. നമുക്ക് ഇന്നലത്തെ FISന്റെ ഡാറ്റ എടുത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും 3333 കോടിയുടെ ബൈ ആണ് FISന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. അതേപോലെ തന്നെ DISനെ പറ്റി നമ്മൾ നോക്കുവാണെങ്കിൽ 1334 കോടിയുടെ സെല്ലാണ് DISന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. പക്ഷെ ഓവറോൾ നമ്മൾ നോക്കുവാണെങ്കിൽ FIS തുടർച്ചയായി 5 ദിവസവും ഇന്ത്യൻ മാർക്കറ്റിൽ നല്ല രീതിയിലുള്ള ബൈയിങ് ആണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് 5 ദിവസവും ഇന്ത്യൻ മാർക്കറ്റ് പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പം ഇനി ഇതേപോലെ തന്നെ നമ്മൾ നോക്കാൻ നേരത്തെ ഇപ്പം മ്യൂച്വൽ ഫണ്ട് ഇപ്പൊ സ്റ്റോക്കിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് അവരുടെ റിസ്ക് കുറച്ച് കുറയ്ക്കാൻ വേണ്ടി അവർക്ക് മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി കുറെ പേര് ആഗ്രഹിക്കുന്നവരുണ്ട്. അതേപോലെ നമ്മുടെ മുമ്പത്തെ വീഡിയോയിൽ കുറച്ച് പേര് കമന്റ് രൂപത്തിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു മ്യൂച്വൽ ഫണ്ടിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം, അതേപോലെ തന്നെ നല്ല ഫണ്ടുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് ഇപ്പം മാർക്കറ്റ് ബുള്ളിഷ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെട്ടവർക്ക് റിസ്ക് കുറച്ച് കുറഞ്ഞ രീതിയിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു ഇൻസ്ട്രുമെന്റ് ആണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. അപ്പം മ്യൂച്വൽ ഫണ്ടിൽ നിങ്ങൾക്ക് ഡൈവേഴ്സിഫൈ ചെയ്ത് തന്നെ നിങ്ങളുടെ റിസ്ക് അപ്പറ്റൈറ്റ് ഒക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ടൈം തന്നെയാണ്. നിങ്ങൾക്ക് കൂടുതലായിട്ട് മ്യൂച്വൽ ഫണ്ടിനെ പറ്റി അറിയണമെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കമന്റ് രൂപത്തിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പല മ്യൂച്വൽ ഫണ്ടിനെ പറ്റിയും അതേപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട് എങ്ങനെ ഡൈവേഴ്സിഫൈ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യണമെന്നും ഞങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾക്ക് കമന്റ് രൂപത്തിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഇത്രയൊക്കെയാണ് നമ്മൾ ഓവറോൾ ഇന്നത്തെ മാർക്കറ്റിൽ നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ കമന്റിൽ ചോദിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഡെയിലി മാർക്കറ്റ് അപ്ഡേറ്റ്സുകൾ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ ചാനൽ ഉപകാരപ്രദമായെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ദാറ്റ്സ് ഓൾ. സൈനിങ് ഓഫ് ജോപ്പി മാർക്കോസ്.